ശിവദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ കെ ജയകുമാറാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. വീണ്ടും ഒരു സത്യവാങ്മൂലം, അത് യുവതി പ്രവേശനത്തെ എതിർക്കും എന്ന സത്യവാങ്മൂലം, അതായത് യുവതി പ്രവേശനത്തെ ഒരിക്കലും അനുകൂലിക്കില്ല, അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെച്ചത് മാധ്യമങ്ങളോട്? കെ.പി. ഇന്ന് തിരുവനന്തപുരത്തായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേർന്നിരുന്നത്. രാവിലെ മുതൽ യോഗം നടന്നിരുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ശബരിമലയുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്തർ എത്തുന്ന സമയത്ത് മണ്ഡലകാലത്ത് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു യുവതി പ്രവേശന വിഷയവും. നമുക്കറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻപ് എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് അത് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു. 2018 ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധി വന്നത്. ആ സമയത്ത് നിരവധി യുവതികൾ ഈ ശബരിമലയിലേക്ക് കടന്നു കയറാനുള്ള നീക്കം നടത്തിയിരുന്നു. അതിന് കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള സപ്പോർട്ടുണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള സഹായങ്ങൾ ഉണ്ടായിരുന്നു. പോലീസുകാരാണ് അന്ന് യുവതികളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകിയിരുന്നത്. ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു രീതിയിലും ഉള്ള എതിർപ്പുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷവും അതേ നിലപാട് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ മലക്കം മറിയുകയാണ്. അതായത് നിലവിൽ ഉള്ള തീരുമാനത്തെ അത് എതിർക്കും, അതിനെതിരായ സത്യവാങ്മൂലം നൽകും എന്നാണ് പറയുന്നത്. ആചാരം സംരക്ഷിക്കുന്ന നിലപാടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഭക്തർക്കൊപ്പമാണ് ശബരിമലയിൽ കൃത്യമായി തന്നെ അവിടെ നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ ഉണ്ട്. ആ ആചാരങ്ങൾക്ക് എതിരായുള്ള ഒരു തീരുമാനവും നിലപാടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കെ ജയകുമാർ പറഞ്ഞത്. അതായത് ശിവദാസ്, ഭക്തർക്കൊപ്പമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് കെ ജയകുമാർ പറഞ്ഞു വെക്കുമ്പോൾ ഭക്തർക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് പറഞ്ഞു വെക്കുക തന്നെയാണ്. പക്ഷേ അത് വലിയ പൊള്ളത്തരം തന്നെയല്ലേ? ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇത് കേവലം ഒരു ഗിമ്മിക്കാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു ഗിമ്മിക്ക്. അത്തരത്തിൽ എന്തുകൊണ്ട് അന്ന് തന്നെ ഈ നിലപാട് കൃത്യമായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയില്ല, സർക്കാർ വ്യക്തമാക്കിയില്ല എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരം നൽകാൻ കെ ജയകുമാറിന് സാധിച്ചിട്ടുണ്ടോ? കെ.പി. ജയകുമാർ പറഞ്ഞത് മുൻപും ഇത്തരത്തിലുള്ള നിലപാട് തന്നെ ആയിരുന്നു എന്നാണ് കെ ജയകുമാർ പറഞ്ഞത്. പക്ഷേ അതിൽ കൂടുതൽ അദ്ദേഹം പ്രതികരിച്ചില്ല. മുൻപും ഇത്തരത്തിലുള്ള നിലവിൽ ഇപ്പോൾ എടുത്ത തീരുമാനവും അതേ നിലപാടും തന്നെയായിരുന്നു മുൻപും ഉണ്ടായിരുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം, വിഷയത്തിൽ കൃത്യമായി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അത്തരത്തിൽ ഉള്ള ഒരു നിലപാടായിരുന്നില്ല. കാരണം നേരിട്ടുള്ള അനുഭവം തന്നെ നമുക്കുണ്ട്. ആ സമയങ്ങളിലെല്ലാം തന്നെ യുവതി പ്രവേശനം അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നപ്പോൾ യുവതികൾ ശബരിമലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു എതിർപ്പും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള നിലപാടായിരുന്നു എങ്കിൽ അന്ന് എതിർക്കേണ്ടതായിരുന്നു. അന്ന് അത്തരത്തിലുള്ള ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 7 വർഷത്തിന് ശേഷം ഇപ്പോഴുള്ള ഈ ഒരു നിലപാട് മാറ്റം എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സർക്കാരിൻ്റെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളാണ് അതിലെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ആളുകളെല്ലാം തന്നെ CPM പ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ അവർ സർക്കാരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ധാർമ്മികമായ സർക്കാരിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഒരു നിലപാട് കൂടിയാണ് എന്നുള്ളത്. അത് കൃത്യത്തിന് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും കൂടുതൽ വോട്ട് ലക്ഷ്യം വെച്ചുള്ള തീരുമാനമാണ്, മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് അന്ന് സർക്കാർ പറഞ്ഞു യുവതി പ്രവേശനത്തിന്, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുസരിച്ചു. ഇന്ന് അതേ സർക്കാർ പറയുന്നു യുവതി പ്രവേശനം വേണ്ട എന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് ഏറ്റുപറയുന്നു. അതായത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് നേടാൻ, വോട്ടുറപ്പിക്കാനുള്ള ഒരു വേലത്തരം അല്ലെങ്കിൽ ഗിമ്മിക്ക് എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ.